തുമ്പോൺ ഭദ്രാസനത്തിൽ നടക്കുന്ന മധ്യതിരുവിതാംകൂർ കൺവെൻഷൻ്റെ ഈ പന്തലിൽ നിൽക്കുവാൻ അവസരം തന്ന ദൈവത്തിന് ആയിരം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഭദ്രാസനത്തെ ഏറ്റവും ശ്രേഷ്ഠമായി നയിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഇളയ സഹോദരൻ എന്നുള്ള നിലയിൽ അഭിമന്യ സറാഫിൻ തിരുമേനി, നമ്മുടെ പ്രാർത്ഥനായോഗ സംഘടനയുടെ പ്രസിഡൻ്റായിരിക്കുന്ന അഭിമന്യ തേവദോസ്യസ് തിരുമേനി, നമ്മുടെ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോൺസൺ കൽജത്തിലച്ഛന്, ഇന്ന് ഈ സമ്മേളനത്തിൽ ഈ യോഗത്തിൽ വചന ശുശ്രൂഷ നടത്തുന്ന മലങ്കരയിലെ ഒന്നാം നിരയിൽ നിൽക്കുന്ന ബഹുമാന്യനായ വർഗീസ് അച്ഛന്, നമ്മുടെ വികാരി ബിജു മാത്യൂസ് അച്ഛന്, അനുസരിച്ചൻ്റെ വികാരി ലിൻഡു അച്ഛന്, മറ്റ് എല്ലാ കോർ എപ്പിസ്കോപ്പന്മാരുമേ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കടലതിൽ യൗനാനെന്ന പോലെ കനികദാസന്മാരിലെന്നോട് ചൊല്ലിക്കുക. ഞാൻ ചൊല്ലിയിട്ട് ഒത്തില്ല. കടലതിൽ യൗന എന്ന പോലെ കനികദാസന്മാരിലെന്നും. ഞാൻ പ്ലെയിനെ യാത്ര ചെയ്തിട്ടുള്ളപ്പോൾ ഈ കടൽ കാണുന്ന ഓർക്കുന്ന ഒരു നമസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്താണെന്ന് അറിയാൻ വയ്യ. കടലിൽ യാത്ര ചെയ്തിട്ടില്ല ഞാൻ, പക്ഷേ ഈ കടൽ കാണുമ്പോൾ യൗനാനെയാണ് ഓർക്കുന്നത്. കടലിൽ ജീവിച്ച് രക്ഷപ്പെട്ട് സുവിശേഷം അറിയിച്ച ഒരു പ്രവാചകൻ്റെ നാമത്തിൽ നടക്കുന്ന ഈ നോമ്പിൽ ഇത്രയും ചൂടുള്ള സമയത്ത് രാവിലെയും വൈകിട്ടും ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഞാൻ ബഹുമാനപ്പെട്ട വൈകാരിയച്ഛൻ പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടുകൂടെ അനുമോദിക്കുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്ക് ഈ പത്തനംതിട്ട ദേശം എൻ്റെ സെക്കൻഡ് ഹോം എന്ന് പറയാം. ഞാൻ ജനിച്ചത് കൂട്ടമല ഇടവയിൽപ്പെട്ട നെല്ലിക്കൽ പ്രദേശത്ത് വടക്കൽ കുടുംബത്തിലാണ്. പക്ഷേ ഞാനൊരു 17-ാമത്തെ വയസ്സിൽ വൈദ്യ സെമിനാരിയിൽ പോയി. 21-ാമത്തെ വയസ്സിൽ ഇവിടെ വന്നു ഷമ്മാസിനായിട്ട്. അതിന് കാരണഭൂതനായത് ഭാഗ്യസ്മരണാർഹ ദാനിയൽ മാർ ഫീലിക്സിനോസ് തിരുമേനിയാണ്. എന്നാൽ അന്ന് മുതൽ ഇതിൽ ക്രമമായി സംബന്ധിക്കുന്നുണ്ട്. 1958 മുതൽ സുൽത്താൻ ബത്തേരി പോയപ്പോൾ 2-3 വർഷം വരാൻ സാധിച്ചില്ല. ബാക്കിയുള്ള വർഷം എല്ലാം സംബന്ധിച്ചിട്ടുണ്ട്. അതിൽ കാതോലിക്ക ബാവാ തിരുമേനിമാർ, പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദിരിയൻ ബാവാ തിരുമേനി ഒന്ന് എഴുന്നള്ളുമ്പോൾ ഈ ദേശം അങ്ങ് ഇളകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യം, അദ്ദേഹത്തിൻ്റെ ആകാര സൗഷ്ഠവം ഒക്കെ കാണുമ്പോഴത്തേക്ക് സഭ മുഴുവനും, പ്രത്യേകിച്ച് ഈ പ്രദേശം മുഴുവൻ ആകർഷകരായി ഇവിടെ കൂടുമായിരുന്നു. അതാണ് ഒന്നാമത് എനിക്ക് കാണുവാൻ ഭാഗ്യമുണ്ട്. രണ്ടാമത് പരിശുദ്ധ ഔഗൻ ബാവ തിരുമേനി. അദ്ദേഹം വളരെ ഭക്തനായ ശ്രേഷ്ഠനായ വലിയ താപസ ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. മൂന്നാമത് വട്ടക്കുന്നിലെ ബാവ തിരുമേനി, അതായത് മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനി. ഗമാലിയിൽ എന്നാണ് നമ്മൾ അറിയുന്നത്. എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ സുറിയാനി അക്ഷരം ആദ്യമായിട്ട് പഠിപ്പിച്ചത് 53 മുതൽ. അന്നാണ് അദ്ദേഹം മെത്രാപ്പൊലിത്ത മെയ് മാസം 15-ാം തീയതിയാണ്. ഞാൻ ജൂൺ മാസത്തിലാണ് പഠിക്കാൻ ചെല്ലുന്നത്. അപ്പം ഞങ്ങളെയൊക്കെ ആദ്യ അക്ഷരം സുറിയാനി പഠിപ്പിച്ച വലിയ ഗമാലിയിൽ, അത് മൂന്നാമത്തേത്. നാലാമത്തേത് ഭാഗ്യസ്മരണായ മാത്യൂസ് ദിരിയൻ ബാവാ തിരുമേനി. അത് പിന്നെ ആരോടും പറഞ്ഞ കൂർലോസ് തിരുമേനി. അതായത് കൊല്ലം അന്ന് ഈ മാക്കാങ്കുന്നിൽ തുമ്പോൺ ബുദ്ധാസിൻ്റെ പടിഞ്ഞാറ് അതിലെ ബുധനൂര് മുതൽ കിഴക്കങ്ങ് തൂമ്പാക്കുളം വരെ, വടക്ക് ചൂച്ചറ മുതൽ പിന്നെ തെക്ക് കൊടുമണ്ണ് വരെയുള്ള പള്ളികൾ മുഴുവൻ നാടുകളും കൊല്ലം ഭദ്രാസിൽ നിന്ന് അന്ന് ചെങ്ങന്നൂരില്ല, ബാക്കി
ആ സമീപത്തുള്ള എല്ലാ ദേശത്തും ആളുകൾ പൊതി കെട്ടി വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ കാലത്ത് പോകട്ടെ. പിന്നീട് നമ്മുടെ ദിദിമോസ് ബാവ തിരുമേനി, അത് പത്തനാപുരം മുതലുള്ള എല്ലാവരുടെയും ഒരു വലിയ ആരാധ്യൻ സഭ മുഴുവൻ. പിന്നീട് പൗലോസ് ദിദിയൻ ബാവ തിരുമേനി, പിന്നെ ഇന്നത്തെ ബാവ തിരുമേനിയും ഇന്നിവിടെ വന്ന അത്യാവശ്യം കൊണ്ട് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും ബാവ തിരുമേനിമാർ ഈ സമ്മേളനത്തെ അനുഗ്രഹിക്കുന്നു. വലിയൊരു കൃപയാണ് നമുക്ക് ലഭിക്കുന്നത്. അന്ന് മുതൽ, അല്ലെങ്കിൽ ഇത് 109 വർഷം മുമ്പ് മുതൽ വചന ശുശ്രൂഷയുടെ സൗരഭ്യം നിറച്ച ഒരു സ്ഥലമാണ്. ഈ അന്തരീക്ഷത്തെ മുഴുവൻ വചന ശുശ്രൂഷയുടെ സൗരഭ്യം കൊണ്ടും ആ പരിമളം കൊണ്ടും നിറച്ച ഒരു പ്രദേശം. അന്ന് മുതൽ ഇന്ന് വരെ സംസാരിച്ചിട്ടുള്ള, പ്രാർത്ഥിച്ചിട്ടുള്ളവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തിരിച്ചു പിടിക്കുവാൻ വല്ല ഉപകരണവും അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം കർത്താവ് ഉച്ചരിച്ച ശബ്ദം ഇന്ന് ഇവിടെ ഉണ്ട്. എൻ്റെ പിന്നാലെ വരുവിൻ, ഫോളോ മീ. ഈ 2 വാക്ക് കർത്താവ് ഉച്ചരിച്ചുള്ളൂ. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ അത് കേട്ട് ഉൾക്കൊണ്ട് ഇങ്ങനെ ആളുകൾ കൂടി വരികയാണ്. ആ ശബ്ദത്തിന് ഒരു മാഗ്നറ്റിക് പവറുണ്ട്, ഒരു കാന്തിക ശക്തി. അത് എന്നെയും നിങ്ങളെയും ആകർഷിക്കുന്നതിന് ഒരു പരിധികൾ ഉണ്ടായിപ്പോയി. സ്ത്രീഹന്മാർക്ക് നല്ല വിധത്തിൽ മുഴുവനായി അതവരെ ആകർഷിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് തോമാസ് ശ്ലീഹ പലസ്തീനിൽ നിന്ന്, അല്ലെങ്കിൽ വിശുദ്ധ നാട്ടിൽ നിന്ന് ഇവിടെ വരെ വള്ളത്തേലോ അല്ലെങ്കിൽ പാക്കപ്പലയിലോ ഒക്കെ ഇവിടെ സഞ്ചരിച്ചു വന്നത്. എത്ര കിലോമീറ്റർ ഒന്ന് ആലോചിച്ച് നോക്കിയ തോമാസ് ശ്ലീഹ ഇവിടെ വന്ന ദൂരം. പത്രോസ് ശ്ലീഹ റോമാപ്പിൽ അത്രയും ദൂരമില്ല. പിന്നെ 12 ശിഷ്യന്മാരും പോയ ദൂരം ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എന്ത് ആത്മാവാണ് അവരെ ഉത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് പരിശുദ്ധ തോമാസ് ശ്ലീഹയുടെ ആത്മാവ് നമുക്കൊരല്പമെങ്കിലും ലഭിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം. ദ സ്പിരിറ്റ് ഓഫ് സെന്റ് തോമസ്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ദി അപ്പോസ്റ്റൽസ് നമ്മെ ഉത്സാഹിപ്പിക്കുന്ന, സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കുന്ന അനേകരുണ്ട്. അവർക്ക് ആത്മാവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഇന്ന് പറയുന്ന വചനങ്ങളും ഈ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമാണ് നമുക്ക് പ്രാർത്ഥിക്കുക. അന്തരീക്ഷം വളരെ മലിനമാണ്, വെള്ളം മലിനമാണ്, മണ്ണ് മലിനമാണ്, അന്തരീക്ഷം മലിനമാണ്. ഇതിനെല്ലാം ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകൾക്ക്, വചനത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ 109 വർഷത്തെ സമ്മേളനം നടക്കുമ്പോൾ, യോഗം നടക്കുമ്പോൾ, അതുവരെ പ്രസംഗിച്ചവരുടെ പ്രസംഗമൊക്കെ നമുക്ക് ഓർക്കാം. എനിക്കെല്ലാം ഓർമ്മയില്ല. പുത്തങ്കാൽ കൊച്ചു തിരുമേനിയുടെ കുറിയയിലായുസ്വനാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. എൻ്റെ 10 വയസ്സ് മുതൽ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇന്നത് ചൊല്ലാൻ സാധിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അതിനാണ് ഇന്ന് ഞാൻ രാവിലെ വന്നത്. ഉച്ചയ്ക്ക് വരാനാണ് തിരുമേനി പറഞ്ഞിരുന്നില്ല പൊതുയോഗത്തിൽ. എനിക്ക് രാവിലെ വരേണ്ട ആ ബന്ധം വളരെയേറെ ആഴമാണ്. ഇവിടെ വന്നൊരു കുറിയലാശം ചൊല്ലുകയും അത് കേൾക്കുകയും ചെയ്യുന്നുവെന്ന് വലിയൊരെങ്കിലും. അതുകൊണ്ട് നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. വൈകിട്ടൊരു 10 കുറിയലാശമെങ്കിലും ചൊല്ലണം. താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ. അതുമാത്രമല്ല, 3 നോയമ്പിൻ്റെ അവസരത്തിൽ മാത്രമല്ല, ഈ യോനായുടെ പുസ്തകം 4 അധ്യായമേ ഉള്ളൂ. അത് ഈ സമയങ്ങളിൽ വായിച്ചു കാണും. ഇല്ലെങ്കിൽ ഇല്ലാത്തവർ വായിക്കണം. 4 അധ്യായവും ഒന്ന് വായിക്കണം. അല്ലാത്തവർ പോയ ദിവസം വായിച്ചു. ഈ 2 ഹോംവർക്ക് ഞാൻ തരിക, അത് പാലിക്കുക. യോനായുടെ ആ വലിയ സന്ദേശം. യോന എന്ന വാക്കിന് പ്രാവെന്ന അർത്ഥം. പ്രാവ് സന്ദേശം കൊടുക്കുന്നതാണ്, നല്ല സന്ദേശം. ഇത്രയും സുവിശേഷകരുടെ അധരങ്ങളിൽ നിന്ന് കേട്ട തലമുറയെ നമുക്കൊന്നോർക്കാം. എത്രയോ 1000 പേര് ഇന്നിവിടെ വന്നു കൂടിയത് ഞാൻ ഓർക്കാണ്. ഇന്നലെ ഞായറാഴ്ചത്തേൻ്റെ ഒരു ഓളം ഇതിനുണ്ട്.
അന്ന് രാവിലെ ഞാൻ വാസ്തവത്തിൽ അതിശയിക്കുണ്ടായി. അത് വലിയ ഒരു അനുഗ്രഹമായി തീരട്ടെ. യോനാ ദീർഘദർശിയുടെ ആ പ്രാവ് നൽകുന്ന സന്ദേശം വലിയൊരു സന്ദേശമായി നമ്മുടെ ഉള്ളിൽ ജ്വലിക്കട്ടെ, പ്രകാശിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വർഗീസത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഉള്ള സമയം നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. എത്ര കേട്ടാലും മതിയാകത്തില്ല. അതുകൊണ്ട് അതിനും കൂടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് വരാൻ കാരണം. അച്ഛനെ ദൈവം കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ ആശംസകളും ഈ ഭദ്രാസനത്തിന് നേരുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭദ്രാസനം മേൽക്കുമേൽ വളർന്നത് കാണുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമാണ്. ഭാഗ്യവാനായ ഫിലക്സിന സിനിമയുടെ ഒരു വാചകം ഞാൻ ഓർത്ത് പറയുകയാണ്. നമ്മുടെ ഭദ്രാസനം എന്നും ഒന്നാമതായിരിക്കണം. ഡയറക്ടർ എഴുതിയപ്പോൾ, ആമുഖമൊക്കെ എഴുതിയപ്പോൾ അതിനകത്ത് ഒരു വാചകം ഉണ്ടായിരുന്നു. ആശാരിമാർ കാണാത്ത പള്ളികൾ ഇന്നും നമുക്കുണ്ട്. ഒരു വെറും ഗ്രാമീണ ഭദ്രാസനമാണിത്. എന്നാലും അതിന്ന് ഒന്നാമതാണെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. എന്നും ഒന്നാമതായിരിക്കാൻ തക്കവണ്ണം ദൈനംദിനം അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ സറാഫിൻ തിരുമേനിക്ക് എല്ലാ ആശംസകളും അതിനോട് കൂടെ പ്രവർത്തിക്കുന്നവർക്കും വിശ്വാസികൾക്കും എല്ലാം നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.